ജോർജ് സോറോസിന്റെ വേരുകളെ ഇന്ത്യക്കെതിരായ സാമ്പത്തിക ഭീകരവാദമെന്ന് മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ അംഗവുമായ മഹേഷ് ജത്മലാനി. ഹിൻഡൻബർഗ് റിസർച്ചും അവരുമായി ബന്ധമുള്ള ജോർജ് സോറോസും സാമ്പത്തിക ഭീകരവാദം നടത്തുകയാണ് എന്നും രാജ്യസഭാ അംഗവുമായ മഹേഷ് ജത്മലാനിയും മറ്റു പ്രമുഖ നിയമ വിദഗ്ധരും പറയുന്നു. ജോർജ് സോറോസിന്റെ കണ്ണികളെ ആദ്യമായാണ് ഇന്ത്യയിൽ നിന്നും ഇത്തരം രൂക്ഷമായ ഭീകരവാദ പദപ്രയോഗം ഉണ്ടാകുന്നത്. സാമ്പത്തിക ഭീകരവാദമാണ് ഇവർ ചെയ്യുന്നതെന്നും നിശിതമായി വിമർശിച്ചു. ജോർജ് സോറോസ് ഇന്ത്യയിൽ അട്ടിമറി ഉണ്ടാക്കുവാനും ഇന്ത്യയെ തകർക്കുവാനും ഇറങ്ങിയ അമേരിക്കൻ ബില്യണറാണ്. ലോകമാകെ ഇന്ത്യക്കെതിരായ നീക്കത്തിൽ സാമ്പത്തിക ശക്തി ജോർജ് സോറോസ് ആണ്. ഇതേ ജോർജ് സോറോസിന് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ സ്ഥാനമൊഴിയുമ്പോൾ പ്രസിഡൻഷ്യൽ അവാർഡും നൽകിയിരുന്നു. ഇപ്പോൾ ഇന്ത്യ ഇവരെ സാമ്പത്തിക ഭീകരർ എന്ന് തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ജോർജ് സോറോസിന്റെ ലക്ഷ്യത്തിൽ ഇന്ത്യ അടക്കമുണ്ട്. ഇന്ത്യയെ മറ്റൊരു പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും സിറിയയുമാക്കി തീർക്കുക, കലാപമുണ്ടാക്കി ജനാധിപത്യം തകർത്ത് അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും അധികാരത്തിലെത്തിക്കുക, നമ്മുടെ ഭരണഘടന അട്ടിമറിക്കുക, കോടതികളെ അട്ടിമറിക്കുക, ഇങ്ങനെയുള്ള നീക്കങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യപരമായി അധികാരത്തിൽ വരുന്നതിൽ പരാജയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളും സോറോസിന്റെ നിഴലിലും ചെരുപ്പ് തൂത്തും കഴിയുന്നു. സോറോസ് അട്ടിമറി നടത്തിയ ശേഷം ഇന്ത്യയിൽ കലാപത്തിലൂടെ അധികാരത്തിലെത്താൻ കുറെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു. കേരളത്തിൽ അടക്കം നടന്ന സൗത്ത് ഇന്ത്യ വിഭജനവും ബന്ധപ്പെട്ട കട്ടിംഗ് സൗത്തിന് പിന്നിലും ജോർജ് സോറോസിന്റെ പണമായിരുന്നു. കേരളത്തിൽ സമീപ ദിവസമാണ് അമേരിക്കൻ സംഘടന എല്ലാ മലയാള മാധ്യമങ്ങൾക്കും അവാർഡ് നൽകിയത്. ഇവർ ഇതിനായി കേരളത്തിൽ ഇറക്കിയതും കോടിക്കണക്കിന് രൂപയായിരുന്നു. അവാർഡ് വിതരണം തല്ലിപ്പിരിഞ്ഞെങ്കിലും കേരളത്തിലെ മാധ്യമ മേഖലയിൽ ഇത് ചർച്ചയായിരുന്നു. അമേരിക്കയിൽ നിന്ന് വരുന്ന ദുരൂഹമായ നീക്കങ്ങൾക്ക് പിന്നിലും ജോർജ് സോറോസിന്റെ നിഴലിൽ സാമ്പത്തിക സഹായമായുണ്ട്. കേരളത്തിൽ കട്ടിംഗ് സൗത്ത് നടത്തി രാജ്യ വിഭജനത്തിന് ഖാലിസ്ഥാൻ മോഡൽ ആസൂത്രണം ചെയ്തതും ചില മാധ്യമ പ്രവർത്തകരായിരുന്നു. ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ ടൂൾ കിറ്റിന് അത് ഇറക്കിയതും പൗരത്വ സമരവും കർഷക സമരവും ആസൂത്രണം ചെയ്തതിന്റെ സാമ്പത്തിക ഉറവിടവും അമേരിക്കയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയ്ക്കെതിരെ യുദ്ധം നടത്തിയ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ ഇന്ത്യയിൽ അനവധി കേസുകളുണ്ട്. ഇതിനിടയിലാണിപ്പോൾ അടച്ചുപൂട്ടി എന്ന വിവരം അവർ തന്നെ അറിയിക്കുന്നത്. ഫിനാൻഷ്യർ ജോർജ് സോറോസുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിൽ വിമർശകർ ഇതിനെ സാമ്പത്തിക ഭീകരവാദം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ആഗോള വിപണികളെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നടപടിയെന്നും ഇന്ത്യ ആരോപിച്ചു. US ആസ്ഥാനമായുള്ള സാമ്പത്തിക ഭീകരവാദ ശക്തികളെന്നും വിശേഷിപ്പിച്ചു. ജോർജ് സോറോസിന്റെ നിയന്ത്രണത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന അർബൻ നക്സൽ ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരുവാനും ഇത്തരം സാമ്പത്തിക ഭീകരവാദികൾ ശ്രമിക്കുന്നു. ജോർജ് സോറോസിന്റെ നിയന്ത്രണത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് ഹിൻഡൻബർഗ് റിസർച്ച് ഉപയോഗിക്കുകയാണ് എന്നും ജത്മലാനി ആരോപിച്ചു. ഒരു സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് സാമ്പത്തിക ഭീകരതയാണ്. ജോർജ് സോറോസ് ഇന്ത്യയുടെ ഈ സാമ്പത്തിക തകർച്ചയ്ക്ക് പിന്നിലുണ്ടെന്ന് തോന്നുന്നു. സ്വാധീനം ചെലുത്താൻ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയുമെന്നതിന്റെ സൂചനയാണ് എന്നും രാജ്യസഭാ അംഗം ജത്മലാനി ആരോപിച്ചു. പ്രമുഖ അഭിഭാഷകനും സെബിയുടെ കാര്യത്തിൽ വിദഗ്ധനുമായ അഡ്വക്കേറ്റ് PR രമേശാണ് പ്രശ്നത്തിന്റെ നിയന്ത്രണപരമായ പ്രത്യാഘാതങ്ങൾ എടുത്തു കാണിച്ചത്. സെബി പുറപ്പെടുവിച്ച കാരണം കാണിക്കൽ നോട്ടീസും ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളും എല്ലാം തന്നെ അട്ടിമറിക്കാനാണ് ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടാനുള്ള കാരണമെന്നും പറയുന്നു. ഇന്ത്യക്കെതിരെ വ്യാജ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണിത്. ഇപ്പോൾ അടച്ചുപൂട്ടി മാളത്തിൽ ഒളിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ടുകൾ ഉയർത്തിയായിരുന്നു ഇതുവരെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ നീങ്ങിയത്. ഇന്ത്യൻ വിപണികളെ ബോധപൂർവം അസ്ഥിരപ്പെടുത്താൻ ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അധികാരികൾ സമഗ്രമായി അന്വേഷിക്കേണ്ടത് നിർണായകമാണ് എന്നാണ് നിയമജ്ഞർ പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.